എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്, നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യമല്ല, 2-3 കാര്യങ്ങൾ എന്ന് പറയണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ 2025 നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ 31-ാം തീയതി 31/12/24 വന്നിരുന്നു. ഇന്ന് 1-ാം തീയതി 25-ന് ഇപ്പോൾ കുറച്ച് മുൻപായിട്ട് നമുക്ക് അതിൻ്റെ സിലബസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസിനെ കുറിച്ച് ഒരു അനാലിസിസ്, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഒരു റഫ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ഐഡിയ, എന്താണ് നമ്മൾ അക്കാഡമിക്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ. നിങ്ങൾ കുറേയധികം ആളുകൾ അത് ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പൈലറ്റ് പ്ലാനുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 7 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന 7 വീക്സ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു. ട്യൂസ്ഡേ തേഴ്സ്ഡേ ടെസ്റ്റുകൾ നടത്തി, വീക്ക്ലി എക്സാമുകൾ നടത്തി, അതിൻ്റെ ഡിസ്കഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാക്കി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൈലറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾക്ക് ഹാബിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപായിട്ട് പൈലറ്റ് പ്ലാനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്, വീക്ക്ലി പ്ലാനുകൾ നമ്മൾ നടത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് ഇവിടെ കാണാനായിട്ട് പോകുന്നു. ആദ്യഘട്ടം അതിൽ തന്നെ 2 രീതിയിൽ അല്ലേ സിലബസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ, കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോമൺ പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്, മെയിൻസിൻ്റെ സിലബസ് എന്താണ്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഒന്നിച്ച് ചേർന്നുള്ള ഡിഗ്രി കോമൺ പ്രിലിമിനറി ആണ്. ഓക്കെ, മെയിൻസിൽ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇതിൽ പേപ്പർ 2-നെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കാറുള്ളത്, സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്തെല്ലാമാണ്, പേപ്പർ 1-ൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മെയിൻസിലെ സിലബസ് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളുടെ സ്റ്റഡി പ്ലാനിലും എന്തുണ്ടാകും, സ്റ്റഡി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ച് മാസങ്ങൾ നീളുന്ന രീതിയിലേക്കുള്ള എന്തായിരിക്കും, ഒരു ടൈം ടേബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ടൈം ടേബിളിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട വിഷയങ്ങൾ അതാത് ദിവസങ്ങൾ ഓരോരോ ആഴ്ചകളിലേക്കാക്കി തിരിച്ച് ആഴ്ചകളുടെ അവസാനം എക്സാമുകൾ നടത്തി അങ്ങനെ പോകുന്നതാണ് സ്റ്റഡി പ്ലാൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവസാന ഭാഗത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. പേപ്പർ 1-ന്റെ സിലബസ് ടൈം സ്റ്റാമ്പ് നമ്മൾ അടിയിൽ തരും. ടൈം സ്റ്റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അടിയിലേക്ക് പോയി നോക്കുകയാണ്, നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ടൈം സ്റ്റാമ്പുകൾ ഉണ്ടാകും. ഒന്ന് പേപ്പർ 1 സിലബസ് എന്ന ടൈം സ്റ്റാമ്പ് ആയിരിക്കും. അവിടെ മുതൽ നിങ്ങൾക്ക് പേപ്പർ 1-ന്റെ സിലബസിന്റെ കാര്യങ്ങൾ കാണാം. പിന്നെ പേപ്പർ 2 എന്ന് പറയുന്ന, അതായത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു ടൈം സ്റ്റാമ്പ് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ്ലി എങ്ങോട്ട് പോകും, പേപ്പർ 2-നെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗത്തേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അതിനുശേഷം എന്ത് കാണാം, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന 3-ാമത്തെ ഒരു ടൈം സ്റ്റാമ്പ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കാണാം, എന്താണ് നമ്മൾ അക്കാഡമിക്സ് PSC സ്റ്റഡി പ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻ്റായി നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തിട്ട് കൃത്യമായി പ്രിലിമിനറിയും മെയിൻസും എക്സാമിനേഷൻസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അധികം എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല. ആദ്യ ഭാഗത്തേക്ക് നമുക്ക് പോകാം. പേപ്പർ 1 നോക്കൂ. പേപ്പർ 1-നെ കുറിച്ചാണ്. പേപ്പർ 1-ൽ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളുടെ ഇതിനു മുമ്പ് നമ്മൾ മെയിൻ ചാനലായിരുന്നു അക്കാഡമിക്സ് ഉണ്ടായിരുന്നത് അല്ലേ. അക്കാഡമിക്സ് PSC എന്ന രീതിയിൽ PSC കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് LSGIയുടെ മെയിൻസ് ആയിരുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്, നമ്മുടെ ചാനലിൽ അവൈലബിൾ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ LSGI മെയിൻസിലും ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ. പേപ്പർ 1-ഉം ഉണ്ടായിരുന്നു, പേപ്പർ 2-ഉം ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ പേപ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് പ്രിലിമിനറി എക്സാമിനേഷന് കണ്ടിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം നമുക്ക് എന്തായിരുന്നു ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ LSGIയിൽ എങ്ങനെയായിരുന്നു, ഈ എക്കണോമിക്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതിന് പകരം എക്കണോമിക്സ് എവിടെയായിരുന്നു, പേപ്പർ 2-ലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ സ്ഥിരം കാണുന്ന ഏത് സബ്ജക്റ്റാണ് ഇവിടെ ഇല്ലാത്ത, ടോപ്പിക് അവിടെ ഇല്ലാത്തത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പൊളിറ്റിയാണ് ഇവിടെ ഇല്ലാത്തത്. പകരം നമുക്ക് പേപ്പർ 2 നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പൊളിറ്റിയെ തന്നെ 2ആയി തിരിച്ചിട്ട് 2 ടോപ്പിക്കുകളായിട്ട് 2 മോഡ്യൂളുകളായിട്ട് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ.
ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ക്ഷമയോടുകൂടി ശ്രദ്ധിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, സിലബസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷമയോടുകൂടി അവസാനം വരെ ഇരിക്കുക. വളരെ വേഗത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, പക്ഷേ ചില സ്ഥലങ്ങളിൽ സ്ട്രെസ് ചെയ്യേണ്ടതുണ്ട്. ആ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും. പിന്നെ പേപ്പർ 1 ഏതാണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകും. പേപ്പർ 2 നമുക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സ്പെഷ്യൽ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റമുണ്ട്. മലയാളവും ഇംഗ്ലീഷൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 13, 13 എന്നിങ്ങനെയൊക്കെയാണ് മാർക്ക് വന്നിരിക്കുന്നത് അല്ലേ. സിമ്പിൾ അരിത്തമാറ്റിക് മെന്റൽ എബിലിറ്റി രണ്ടും കൂടി ചേർന്ന് 15 മാർക്കാണ്. കമ്പ്യൂട്ടറിന് 6 സ്പോർട്സിന് 3 മാർക്കാണ് ഉള്ളത്. കാണുന്നുണ്ടോ നിങ്ങൾ? ആർട്ട് ലിറ്ററേച്ചർ കൾച്ചറിന് 8 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, സാധാരണ ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്തിന് ഏതാണ്ട് 10 മാർക്കോളം കൊടുത്ത് ഫിസിക്സും കെമിസ്ട്രിയും 3 3 ഒക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ രീതി മാറ്റിയിട്ട് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ആ 3 എണ്ണത്തിനും ഒരേ വെയിറ്റേജ് കൊടുത്തതായി നമുക്ക് കാണാം. 7 മാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി എന്നിങ്ങനെ 7 മാർക്ക് വെച്ചിട്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ഒരു സബ്ജക്റ്റും കണ്ണുമടച്ചങ്ങ് വിട്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഇവിടെ സ്കിപ്പ് ചെയ്യാമെന്ന് നമുക്ക് പറ്റുന്ന ഒരേ ഒരു ഭാഗം സ്പോർട്സ് ആണ്. അത് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് എന്തുകൊണ്ട് വേണമെങ്കിൽ, ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ ഒരു സബ്ജക്റ്റും പറയില്ല, എല്ലാം പഠിച്ചു തീർക്കുന്നതാണ് നല്ലത്. പക്ഷേ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, വേണമെങ്കിൽ അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്, വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അല്ലെ. കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ സ്ഥിരമായി കഴിഞ്ഞ 2 എക്സാമുകൾ, ഇതിന് മുമ്പത്തെ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുത്ത സമയത്തും നമ്മുടെ അക്കാഡമിക്സ് പാരന്റ് ചാനലിൽ നമ്മൾ എന്താ പറയുക SSC RRB പഠിപ്പിക്കുന്ന സമയത്തും തുടർച്ചയായി ഞാൻ നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഇനി എന്താവാൻ പോവുകയാണ്, അത് ഓൾറെഡി സബ്ജക്റ്റുകളുമായി ചേർന്നിട്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾക്ക് ഇത് കറണ്ട് അഫയേഴ്സ് ആണോ, പൊളിറ്റി ആണോ, കറണ്ട് അഫയേഴ്സ് ആണോ, ജിയോഗ്രഫി ആണോ, കറണ്ട് അഫയേഴ്സ് ആണോ, സ്പോർട്സ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പേപ്പറുകൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, അവർ പ്രത്യേകം കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചിട്ട് എന്ത് പറയുന്നില്ല, ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നില്ല. പകരം എന്താണ്, ഇതിലെല്ലാത്തിലും കറണ്ട് അഫയേഴ്സ് കയറി വരും. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ലിറ്ററേച്ചർ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുനെസ്കോയുടെ ഒരു പുതിയ സൈറ്റ് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ, ഒരു ഹെറിറ്റേജ് സൈറ്റ്. അത് കൾച്ചറിൻ്റെയോ ഹെറിറ്റേജിൻ്റെയോ ഭാഗമായ ഒരു ചോദ്യമാണോ, കറണ്ട് അഫയേഴ്സ് ആണോ? തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ ഇപ്പോൾ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു അല്ലേ, പക്ഷേ അത് സ്വീകരിച്ചില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ അത് പൊളിറ്റി ആണോ അതോ കറണ്ട് അഫയേഴ്സ് ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സബ്ജക്റ്റുകളുടെ ഉള്ളിലേക്ക് തന്നെ ഇംബൈബ് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള കാര്യമാണ്, ഞാനിവിടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞ് വെറുതെ കുറേ സമയം കളയുന്നില്ല. കാരണം ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി അറിയാം, 7 മാർക്കിൻ്റെ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയുമാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അതേപോലത്തെ ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. കേരള ഹിസ്റ്ററി അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതൽ തുടങ്ങുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ സാധാരണ പഠിക്കുന്ന രീതിയിൽ തന്നെയുള്ള കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി തന്നെയാണ് ഉള്ളത്. ഇവിടെ വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇംഗ്ലണ്ട് റവല്യൂഷൻ വരുന്നുണ്ട്, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, പിന്നെ വേൾഡ് വാർ എന്താ പറയുക, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ വേൾഡ് വാർ, കോൾഡ് വാറിന്റെ സമയം മുതലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസും മറ്റുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചും ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്കറിയാം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഏതാണ്ട് ബ്രിട്ടീഷ് എറ മുതലുള്ള ആ ഭാഗം തുടങ്ങി മഹാത്മാഗാന്ധി, ന്യൂസ് പേപ്പറുകൾ, ലിറ്ററേച്ചർ, ആർട്ട്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇത്തരം സ്ഥിരമായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് വന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിനെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഫോറിൻ പോളിസി റിലേറ്റഡ്, ഇപ്പം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെയും എന്ത് വരാം, ഫോറിൻ പോളിസിയിൽ ഈ അടുത്ത കാലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം ആസ് കറണ്ട് അഫയേഴ്സ് ബട്ട് റിലേറ്റഡ് ടു ഹിസ്റ്ററി എന്ന കാര്യം മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജിയോഗ്രഫിയും അതുപോലെ തന്നെയാണ്. ബേസിക്സ് ഓഫ് ജിയോഗ്രഫി അല്ലെ, വേൾഡ് ജിയോഗ്രഫി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള, എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ കുറിച്ചിട്ടുള്ളത്, കോണ്ടിനെന്റ്സുമായിട്ട് ഓഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ഓഷ്യൻ ഫ്ലോർ അതുപോലത്തെ കാര്യങ്ങളായിരിക്കാം, ഓഷ്യൻ കറണ്ടുകളായിരിക്കാം, പ്രഷർ ബെൽറ്റുകളായിരിക്കാം, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക്, ഇന്ത്യൻ ജിയോഗ്രഫി പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് ഫിസിയോഗ്രഫി ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള ഡിവിഷനുകളുണ്ട് അല്ലേ. നോർത്തേൺ പ്ലെയിനുകളുണ്ട്, പെനിൻസുലാർ പ്ലാറ്റു ഉണ്ട്, കോസ്റ്റൽ റീജിയനുകളുണ്ട്, ഐലൻഡുകളുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ വിവിധ തരത്തിലുള്ള ഫോറസ്റ്റുകളുണ്ട്, സൈക്ലോണുകൾ ഉണ്ട് അല്ലേ, മിനറൽസ്, ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ്, നമ്മളുടെ നാഷണൽ വാട്ടർ വേസ്, നാഷണൽ ഹൈവേസ്, എയർ ട്രാഫിക്, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കേരള പെർസ്പെക്റ്റീവിൽ എന്തായിരിക്കും വരുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം അല്ലേ. കേരള പെർസ്പെക്റ്റീവിൽ ചിലപ്പോഴൊക്കെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നദികളെക്കുറിച്ച്, ജില്ലകളുടെയും മറ്റും പ്രത്യേകതകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ വേസിനെ കുറിച്ച്, ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും കേരള പെർസ്പെക്റ്റീവിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ മാറ്റിയിട്ട് കാണുന്നതാണ് ജോഗ്രഫിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എക്കണോമിക്സ് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ എക്കണോമിയാണ് പറയുന്നത്, ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ LPG റിഫോംസിന്റെ ഭാഗങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ആലോചിക്കുക, മൻമോഹൻ സിംഗ് എന്ത് ചെയ്യുകയാണ്, മരണപ്പെട്ടൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും LPG റിഫോംസും മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാനിംഗ് കമ്മീഷനും അതിനെ റീപ്ലേസ് ചെയ്ത നീതി ആയോഗിനെ കുറിച്ച് സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്നതാണ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുണ്ട് അല്ലെ. ഇപ്പോൾ RBI ആയിരിക്കാം, നബാർഡ് ആയിരിക്കാം, ബാക്കിയുള്ള ഇപ്പോൾ പേയ്മെന്റ് ബാങ്കുകളെ പോലെ മറ്റ് പേയ്മെന്റ് ബാങ്കുകളും മറ്റും അത്തരം കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഇന്നത്തെ 1-ാം തീയതി പേപ്പറിൽ ഉണ്ടായിരുന്നു, വാട്സപ്പ് വഴിക്കുള്ള UPI പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുവദിച്ചു. ആരാണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് അനുവദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ അഗ്രികൾച്ചർ, ക്രോപ്പുകൾ, ഗ്രീൻ, ഞാൻ പറയേണ്ട, വായിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. GST പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് GST, അല്ലെങ്കിൽ GST യുമായിട്ടുള്ള ബന്ധപ്പെട്ട ബില്ല് ഏത്, ആക്ട് ഏത്, GST യുള്ള വോട്ടിംഗ് ഷെയറുകൾ എങ്ങനെയാണുള്ളത്, സെൻട്രൽ ഗവൺമെന്റിന് എങ്ങനെയാണ് അതിൽ വീറ്റോ പവർ വരുന്നത്, എന്തുകൊണ്ട്, എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വീറ്റോ പവർ അല്ലെ. 75% വോട്ട് കിട്ടിയാലേ പാസ്സാവുള്ളൂ. പക്ഷെ 1/3 ഷെയർ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്താണ്. അപ്പോൾ ഒരു വീറ്റോ പവർ തന്നെ സെൻട്രൽ ഗവൺമെന്റിനുണ്ട് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എക്കണോമിക്സ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, നമ്മൾ ബയോളജി എന്ന തലത്തിൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള കാര്യമുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് വരുന്നുണ്ട്, കേരളത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റികൾ, ഹെൽത്ത് സെക്ടർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, ആക്ടിവിറ്റികൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ബയോളജി എന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി എല്ലാം കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനിടയിൽ എന്തുകൂടി വരുന്നുണ്ട്, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റികളും ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റികളും കൂടി അവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി ഫിസിക്സ് അഗെയിൻ ഞാൻ മുഴുവൻ വായിച്ചു തരുന്നില്ല. നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് മെഷർമെന്റ്സ് മുതൽ അല്ലെ, ന്യൂട്ടൺ ലോസ്, അത്തരത്തിലുള്ള നിയമങ്ങൾ, ഈ ലൈറ്റ്, ലെൻസ്, മിറേഴ്സ്, ഈ ഭാഗങ്ങളും, അതുപോലെ തന്നെ എന്താ പറയുക, ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോർമുല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഫോർമുലേസ് പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർമുലാസ് വരുന്ന ഭാഗങ്ങൾ പഠിക്കുക. കണക്കുകളായിട്ട് തന്നെ ചോദ്യം വരാനുള്ള സാധ്യതകൾ തീർച്ചയായും നിങ്ങൾ മനസ്സിൽ കാണാനും ശ്രമിക്കുക. ഇവിടെയും എന്ത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്, റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ബയോളജിയിലും അതെ, റീസെന്റ് ആയിട്ടുള്ള വാക്സിനുകൾ, ആ വാക്സിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ, ഇപ്പോൾ mRNA വാക്സിനുകൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കാനൊന്ന് ശ്രമിക്കുക. കെമിസ്ട്രി അഗെയിൻ നോക്കൂ, ഇവിടെയാണ് സ്മാർട്ടായിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കേണ്ടത്. നോക്കൂ, കെമിസ്ട്രി ഏതാണ്ട് എത്രയാണ്, 3 സബ് ടോപ്പിക്കുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അവസാനിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവിടെയും 7 മാർക്ക് തന്നെയാണ്. അപ്പൊ കെമിസ്ട്രിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം വേഗം പഠിച്ചെങ്കിൽ അവസാനിപ്പിച്ചിട്ട് 7 മാർക്ക് സെക്യൂർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ബയോളജിയിൽ നിങ്ങൾ വേറെ ഏതിലെങ്കിലും ഇതിൽ നിങ്ങൾ വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ കുറേ അധികം പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള മാർക്ക് ഗ്രാബ് ചെയ്യാം. കാരണം നോക്കൂ, ഒരിക്കലും നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് 100-ൽ 100 വാങ്ങുന്ന ആളുകളല്ല ഫസ്റ്റ് റാങ്കിൽ വരുന്നത് അല്ലേ. കട്ട് ഓഫുകൾ നിങ്ങൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലെ. 50 കടന്നിട്ടില്ല, 43 എന്ത് ചെയ്യുന്നത്, മെയിൻസിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ 2 പേപ്പറുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. പക്ഷേ 100-ൽ 100 വാങ്ങലല്ല നമ്മുടെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറിന് 8 മാർക്ക് ഉണ്ട്. എഗെയിൻ സെയിം, നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഭാഗം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്
ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. കാരണം ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ മരണം ഉണ്ടായിട്ടുണ്ട്. അവാർഡുകൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് സിനിമാ താരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ IFFK നമ്മളവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ അവാർഡ്, നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ആർട്ട് ഫോമുകൾ, മ്യൂസിക്, പ്രധാനപ്പെട്ട കലാകാരന്മാർ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൃത്തരൂപങ്ങൾ അല്ലെങ്കിൽ ഗാനരൂപങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. കറണ്ട് അഫയേഴ്സുമായി ചേർത്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോർട്സ്, ഇവിടെ ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഞാൻ സ്പോർട്സ് പഠിക്കണ്ട എന്ന് സാറ് പറഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. 3 മാർക്കാണ് സ്പോർട്സിൽ, 100-ൽ 3 മാർക്കാണ് സ്പോർട്സിന് കൊടുത്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഇവർ പറഞ്ഞതിനും അപ്പുറത്തേക്ക് പോവാറുണ്ട്. എന്നിരുന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം വിടണമെങ്കിൽ, കാരണം 10ഓളം സബ് ടോപ്പിക്കുകളാണ് സ്പോർട്സിൻ്റെ അടിയിൽ തന്നിട്ടുള്ളത്, 3 മാർക്കുമാണ് തന്നിട്ടുള്ളത്. സോ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വേണമെങ്കിൽ സ്പോർട്സ് അവസാനം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ പഠിച്ച് തീർന്നിട്ട് എന്ത് പഠിച്ചാൽ മതി, സ്പോർട്സ് പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് ഇവിടെ ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. 3-ൽ നിന്ന് കൂടിയാലും മാക്സിമം 5 മാർക്കൊക്കെയല്ലേ പോകാൻ സാധ്യതയുള്ളൂ. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് ചെയ്യാൻ ഉറപ്പിച്ച് പറയല്ല ഞാൻ. നിങ്ങൾക്ക് പഠിച്ചൊന്നും തീരുന്നില്ല എന്ന് തോന്നിയാൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇന്റലിജന്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്മാർട്ട് ഡിസിഷൻ എന്താണ്, സ്പോർട്സ് അവസാനത്തേക്ക് വെക്കുക എന്നത് തന്നെയാണ്. ബിക്കോസ് ഓഫ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് സ്പോർട്സ് എന്താണ് പറയുക, ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടല്ല പറയുന്നത്, ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടല്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടൊരു ഡിസിഷൻ നിങ്ങളോട് എന്ത് ചെയ്തതാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമുക്കറിയാം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കുകൾ, അതുപോലെ തന്നെ പറയുക ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ബേസിക് തലത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. വല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഇപ്പോൾ നമ്മളുടെ വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഇത്രയും ഭാഗം. ഒരു കാര്യം കൂടി പറയട്ടെ, വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു എന്ന് പറയുന്നത് നിങ്ങൾക്കതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഹോൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, എഗെയിൻ കവർ ചെയ്യുന്നതായിരിക്കും സ്റ്റഡി പ്ലാനിലൂടെ. അല്ലാണ്ട് ഓൾറെഡി 7 ആഴ്ച കഴിഞ്ഞു അപ്പോൾ അതിനി എടുക്കില്ല എന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ സിലബസ് അനുസരിച്ചാണ് ഇനി നമ്മൾ എന്ത് തരാൻ പോകുന്നത്, ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പേടിയൊന്നും വേണ്ട, കാരണം അത്തരം മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർഡ്വെയറുകൾ, സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, ഇവിടെയും കറണ്ട് അഫയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. IT ലോസുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ചോദ്യങ്ങൾ വരാം. ഇവിടെയല്ല, ഈ ഗവർണൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമുക്കത് വരാനുണ്ട്. എന്നിരുന്നാലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യുക, തിയറിറ്റിക്കലായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം സിമ്പിൾ അരിത്തമാറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് എല്ലാം കൂടി ചേർന്ന് 15 മാർക്കാണുള്ളത്. 15 മാർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ചോദ്യങ്ങളും, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഡിഗ്രി എക്സാമിനേഷൻസിന്റെ കഴിഞ്ഞ 10 പേപ്പറുകൾ ഇങ്ങ് എടുക്കുക. എന്നിട്ട് അവിടെ വന്നിട്ടുള്ള അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ്, മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, റീസണിങ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, തുടർച്ചയായി എല്ലാം ഒരു 10-12 പേപ്പർ എടുത്ത് അതിൽ മുഴുവൻ അങ്ങ് അതിൽ കൂടെ പോവുക. നമ്മൾ നിങ്ങൾക്കായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തരുന്ന സമയത്ത് ആ ബേസിസിലാണ് തരാൻ പോകുന്നത്. ആ ടെസ്റ്റുകളിൽ ആ ആഴ്ച തോറും നടക്കുന്ന എന്താ പറയുക ക്വസ്റ്റ്യനുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ PSC ട്രെൻഡ് അനുസരിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ തരിക. എന്നാലും ഇതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമിനേഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാകും, ഇന്ന ഭാഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പെർസെൻറ്റേജസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജസ് മാത്രമല്ല നിങ്ങളവിടെ പഠിക്കുന്നത്, പെർസെൻറ്റേജസും പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടി അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെർസെൻറ്റേജസിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ പെർസെൻറ്റേജസിന്റെ ബേസിക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജസിൽ നിങ്ങൾക്ക് ഒരു അറിവുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു തീർക്കാൻ പറ്റും. ഈവൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിലെ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജസ് എന്നുള്ളത് എന്താണ്, ഒരുപാട് ഇടങ്ങളിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പഠന ഭാഗമാണ് പെർസെൻറ്റേജസ്. അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെന്റൽ എബിലിറ്റി, റീസണിങ്ങും ഇതുപോലെ തന്നെയാണ്. ഞാൻ ഓരോന്നായിട്ട് വായിച്ചു തരാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഇപ്പോൾ അതിലെ ഡേറ്റ് ആൻഡ് എന്താ പറയുക കലണ്ടർ എന്ന് പറയുന്ന ഭാഗം നമ്മളുടെ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, PSC ചാനലിൽ, അക്കാഡമിക്സ് PSCയിൽ. എന്താ റാങ്ക് മേക്കിംഗ് സീരീസ്? വളരെ എല്ലാ എക്സാമുകളിലും വരുന്ന, എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൺസെപ്ച്വലി മനസ്സിലാക്കിയാൽ, ചില കുസൃതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചില എന്താ പറയുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, വേഗത്തിൽ മാർക്ക് വാങ്ങിയിട്ട് അങ്ങ് പോകാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി ഡേറ്റ് ആൻഡ് കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ശിവകേശവ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന റാങ്ക് മേക്കിംഗ് സീരീസും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇംഗ്ലീഷ് അഗെയിൻ ഗ്രാമർ പോർഷനുമുണ്ട്, വൊക്കാബുലറി പോർഷനുമുണ്ട്. രണ്ട് ഭാഗങ്ങളും എന്ത് ചെയ്യുക, ഇതുവരെ നമ്മൾ എങ്ങനെയാണോ PSCയിൽ പ്രിപ്പയർ ചെയ്തു പോയത് അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അവസാനമായിട്ട് മലയാളം, റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ്. അതേ സിലബസ് തന്നെയാണ്. 13 മാർക്കിനാണ് ചോദ്യം വരുന്നതെന്ന് പ്രത്യേകം എന്ത് ചെയ്യുക നോക്കുക. അപ്പോൾ 13 എന്താ പറയുക സബ് ടോപ്പിക്കുകളും 13 മാർക്കുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പിരിച്ചെഴുതല്, കൂട്ടിയെഴുതല്, സ്ത്രീലിംഗം പുല്ലിംഗം, സമാനപദം, ശൈലികൾ പറഞ്ഞ എല്ലാത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വിട്ടുപോകാനായിട്ട് ധൈര്യത്തോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം 13 മാർക്കും 13 സബ് ടോപ്പിക്കുകളുമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1-ൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് എന്ന് കൂട്ടുകാർ തിരിച്ചറിയുക. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പേപ്പർ 2 അഥവാ നമ്മൾ എങ്ങനെയാണ് അതിനെ വിളിക്കാറുള്ളത്? സ്നേഹത്തോടു കൂടി സ്പെഷ്യൽ ടോപ്പിക് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സ്പെഷ്യൽ ടോപ്പിക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അതിനെക്കുറിച്ച് പറയാറുള്ളത്. എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റുന്നത്? ആകെ 9 മോഡ്യൂളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9 മോഡ്യൂളുകൾ കാണാൻ സാധിക്കും. 9 മോഡ്യൂളുകൾ എന്തെല്ലാമാണ് എന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് 9 മോഡ്യൂളുകൾ എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം കയറി വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലിയിലേക്കാണ്. അവിടെ നമ്മൾ ഒരു സെക്രട്ടറി ലെവലിലേക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്ന ഒരു പോസ്റ്റുമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ആദ്യ ഭാഗം പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന തലത്തിലേക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? ഒന്നാമത്തെ കാര്യം ആലോചിക്കുക. ഈ പോർഷൻ നിങ്ങൾ മൊത്തം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു തിയറി ബേസ്ഡ് ഭാഗമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, LSGAയുടെ തുടക്കത്തിലും ഞാൻ ഇതേപോലെ പറഞ്ഞിരുന്നു, പേപ്പർ 2 നിങ്ങളൊരു തിയറിറ്റിക്കൽ പേപ്പറായിട്ട് എടുക്കണം. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ, ചില ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ പോലും കൂടുതലും എന്താണ്, കുറേ തിയറി ചോദ്യങ്ങൾ കുറേ അധികം വരും. ഈ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാനേജ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. ഇപ്പോൾ ഇവിടെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഒരു ഡെഫിനിഷൻ തരും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്റെ ഉള്ളിൽ നിന്ന് ശരിയായതാണോ, ഇത് തെറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, അങ്ങനെ. അപ്പോൾ തിയറിറ്റിക്കൽ എന്താണ് അതിന്റെ ബേസിക് ഐഡിയ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. വെറുതെ കുറേ വർഷങ്ങൾ, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായ വർഷങ്ങൾ പഠിച്ചു പോകലല്ല എന്ന് LSGI മെയിൻസിന്റെ പേപ്പർ പറഞ്ഞു തരുമ്പോൾ ഇതേപോലെ പറഞ്ഞിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു, തിയറിറ്റിക്കൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകൾ പഠിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പേപ്പർ 2 നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അവ കൃത്യമായ കൺസെപ്ച്വലി നമുക്ക് അതിനെ ഡൈസെക്ട് ചെയ്ത് ആൻസറുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ, എലിമിനേഷൻസ് നടത്താൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൺസെപ്ച്വലി തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി പോകാൻ നോക്കുക, കാണാതെ പഠിച്ച് മാത്രം പോകാൻ നിൽക്കരുത്. ഓക്കെ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് അല്ലേ, പബ്ലിക് ഓർഗനൈസേഷൻസ് ഉണ്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, നോൺ പ്രോഫിറ്റുകളുണ്ട് അല്ലേ. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ, നിങ്ങൾ LSGAയുടെ നമ്മുടെ പേപ്പറുകളുടെ ആളുകളാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അയ്യോ ഇത് LSGAയിൽ ലോക്കൽ ബോഡികളെ കുറിച്ച് എങ്ങനെയൊക്കെയാണോ പറഞ്ഞത് അതേ വാക്കുകളാണല്ലോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആണ്, തീർച്ചയായിട്ടുമാണ്. ലോക്കൽ ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ പ്രിൻസിപ്പിളുകൾ, അവിടുത്തെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറുകൾ, അവിടുത്തെ എത്തിക്കൽ പ്രിൻസിപ്പിളുകൾ, അവിടുത്തെ എന്താ പറയുക കാര്യങ്ങൾ, അക്കൗണ്ടബിലിറ്റി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ സെക്രട്ടേറിയറ്റ് തലത്തിൽ, അല്ലെങ്കിൽ വിജിലൻസ് ട്രിബ്യൂണൽ തലത്തിൽ, അല്ലെങ്കിൽ കേരള PSC ഓഫീസുകളിൽ, അവിടങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെയാണോ ഇത്തരം എന്ത് പറയുന്നത് ഐഡിയകൾ വരുന്നത്, അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്നേ ഉള്ളൂ. അവിടെ ലോക്കൽ ബോഡികളായിരുന്നു, ഇവിടെ ഈ പറയുന്ന ഓഫീസുകളിലേക്കുള്ള എന്താ പറയുന്നത് പഠനങ്ങളാണ് നമ്മൾ നടത്തുന്നത് എന്നേ വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മോഡേൺ അപ്രോച്ചസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളിത് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളത് കൃത്യമായി ഡൈസെക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്താണ്, ഓരോ ടോപ്പിക്കുകളായി എടുത്ത് തന്നെ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പറഞ്ഞ് തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ UPSC പോലുള്ള എക്സാമുകൾക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എത്തിക്സ് ഒരു പേപ്പർ തന്നെയാണ്. മെയിൻസിൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, എത്തിക്സ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു പേപ്പർ തന്നെയാണ് വരുന്നത്. സോ ദർ ആർ സർട്ടൺ എത്തിക്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില എത്തിക്കൽ ആയിട്ടുള്ള എന്താ പറയുക പ്രിൻസിപ്പിളുകൾ ഉണ്ട്. പിന്നെ എന്താണ് ലീഡർഷിപ്പ് എന്തായിരിക്കണം, ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഏതൊക്കെ തരത്തിലാണ്, ഏതെല്ലാമാണ് ഒരു ലീഡറിന്റെ ട്രെയ്റ്റ്സ്, എന്തെല്ലാമാണ് അവരുടെ അവർ എന്തെല്ലാമാണ് ഒരു ലീഡറിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ
പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായ ഐഡിയകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് താഴെ തട്ടിലേക്ക് പോകണം, താഴെ തട്ടിൽ നിന്ന് മുകളിലെ തട്ടിലേക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച്, ട്രാൻസ്പെറൻസിയെക്കുറിച്ച്. അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ട്രാൻസ്പെറൻസി ഉറപ്പിക്കാനുള്ള പല പല സ്കീമുകൾ അവിടെ ചിലപ്പോൾ കയറി വരും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ടെക്നോളജിയെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഹൈലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഭാഗമാണ്. ആ രീതിയിൽ തന്നെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്പർ 2 ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് ആദ്യം കണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന മോഡേൺ തരത്തിലുള്ള മാനേജ്മെന്റുകളുണ്ട്, പണ്ടത്തെ രീതികളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒന്നാണോ? അങ്ങനെ ചോദ്യം വരാം. അല്ല, ഇതിൽ തന്നെയുണ്ട്. നോക്കൂ, മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് റോളാണ്. മനസ്സിലാവുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്താണ്? ഒരു ഹയർ ലെവൽ, വളരെ ഹയർ ലെവലിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് റോളാണെന്നെങ്കിൽ മാനേജ്മെന്റ് തലം എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ തലത്തിലുള്ള ഒരു റോളായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു എക്സിക്യൂഷൻ ടൈപ്പ് ഓഫ് റോളാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ചില വ്യത്യാസങ്ങൾ എവിടെയുണ്ട്? മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രിൻസിപ്പിളുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നോക്കുക, ഇവിടെ പറയുന്നുണ്ട് കല്ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇപ്പോൾ ഹെൻറി ഫോയിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹെൻറി ഫോയിലിന്റെ 14 ദർ ആർ 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടുള്ളത്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫോയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ വേൾഡ് തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ തലത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടായെന്നും അവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ TQM എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയും. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട CSR നിങ്ങൾക്ക് അറിയാം, അല്ലെ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അറിയാം. ഇത്തരം ഭാഗങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ടെക്നോളജിയുടെ ഉപയോഗം, എങ്ങനെയാണ് അതിന്റെ അപ്രോച്ചുകൾ, ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന മൊഡ്യൂള് നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമായി തന്നെ കണക്കാക്കുക. പഠിച്ചാൽ വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ഭാഗങ്ങളിൽ പോകുന്ന മാർക്കൊക്കെ ഇവിടെ നിന്ന് പഠിക്കാനായിട്ട്, ഇവിടെ നിന്ന് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. LSGയിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞിരുന്നു. LSGയിൽ നടന്നതും അതിന് LSGയിൽ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പരിചയമുള്ള ഭാഗങ്ങളാണ്. ഇവിടെ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ നോക്കുക. നമ്മുടെ റിവിഷൻ സ്റ്റഡി പ്ലാൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ വായിച്ചു തരാൻ പോകുന്നില്ല. സ്ഥിരം പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമാണ്. ഞാൻ അഗെയിൻ ഇവിടെ വായിച്ച് നമ്മുടെ സമയം കളയുന്നില്ല. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ തുടങ്ങിയിട്ട് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, ലെജിസ്ലേച്ചർ വരുന്നുണ്ട്, ജുഡീഷ്യറി വരുന്നുണ്ട്, ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലുള്ള ഭാഗങ്ങളും പ്രിയാമ്പിളും വരുന്നുണ്ട്. നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്, സമയം കളയുന്നില്ല. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 8 മാർക്കിന്റെ ഒരു കാര്യം കൂടി. അപ്പോൾ 12 8 20 മാർക്കിന് പൊളിറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 20 മാർക്കിന് 100 മാർക്കിന്റെ പേപ്പറിൽ 20 മാർക്ക് പൊളിറ്റിയാണ്. പ്രത്യേകത ചിന്തിക്കാനായിട്ട് നോക്കുക നിങ്ങൾ. ഇവിടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് വരുന്നുണ്ട്. എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. അപ്പോൾ അതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് വരുന്നുണ്ട്. അതായത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന തലത്തിൽ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് വരുന്നുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് തലം നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ റിലേഷൻസും വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇപ്പോൾ ഒരുപാട് സംസാരങ്ങൾ വരുന്ന സമയമാണ്, അല്ലേ? അപ്പോൾ GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫൈനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അവയുടെ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കണമെന്നുള്ളത്. ഇപ്പോൾ ആർട്ടിക്കിൾ 155 നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെയാണ് ഗവർണറും പ്രസിഡന്റും തമ്മിലുള്ള ബന്ധമുണ്ട്, അല്ലേ? അപ്പോൾ ഗവർണർ എങ്ങനെയാണ്? ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ് ആര് വർക്ക് ചെയ്യുന്നത്? ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്ത് ഇതേപോലെ ധനകാര്യമന്ത്രിയോടുള്ള പ്ലഷർ എന്താണ്? തീർന്നു. പ്ലഷർ ഓഫ് ദ ഗവർണർ നഷ്ടപ്പെട്ടു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും അന്ന് ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതേ ടേം പിന്നെയും ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് തലത്തിലേക്ക് വരുമ്പോൾ 73rd 74th അമെൻമെന്റ്. അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? 1 നേഷൻ 1 ഇലക്ഷൻ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന തരത്തിൽ പൊളിറ്റിയിൽ നമ്മളൊരു 1 നേഷൻ 1 ഇലക്ഷൻ ഇപ്പോൾ ചർച്ച വരുന്നുണ്ട്. അതും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമായിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കുക. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഇലക്ടറൽ പ്രോസസ്സിനെ കുറിച്ച്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ഇവർ ഓൾറെഡി പ്രത്യേകം എടുത്ത് തന്നിട്ടുണ്ട്. അത് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക.
അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസ് അല്ലെ, എമർജൻസി പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും വരാം. ഇതെല്ലാം ഒന്ന് നമ്മൾ പഠിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ PSC ചാനലിൽ തന്നെ, അക്കാഡമിക്സ് PSC ചാനലിൽ തന്നെ 1 മുതൽ 106 വരെ നടന്നിട്ടുള്ള അമെൻമെന്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ, അതിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എന്നിങ്ങനെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ് നമ്മുടെ അക്കാഡമിക്സ് PSC ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ടൈം സ്റ്റാമ്പ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓടിച്ച് നോക്കിയാൽ ഏതെല്ലാം അമെൻമെന്റുകൾ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ അമെൻമെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് പോവാം. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുഴുവനായിട്ട് കേട്ട് പോകാം. ഇപ്പോൾ 40 സെക്കൻഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ടൈം സ്റ്റാമ്പിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, അത് മാത്രം പോയിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. തുടരണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ അമെൻമെന്റുകൾ പ്രത്യേകം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അതിൽ നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്, അതിൽ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാം സ്പെഷ്യൽ മെജോറിറ്റി അല്ല അല്ലേ, ചിലത് സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതെല്ലാമാണ് അമെൻമെന്റുകൾ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഭാഗം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മോഡ്യൂൾ ഈസ് അബൌട്ട് കേരള. അത് പ്രത്യേകം ഈ വാക്ക് ശ്രദ്ധിക്കുക. കേരള മോഡൽ എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെന്റ്, 2 തലങ്ങളാണ്. ഒന്ന് എക്കണോമിയെ കുറിച്ചാണ്, മറ്റൊന്ന് കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഓൾറെഡി വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ എക്കണോമി ഏത് രീതിയിലാണ്, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ GDP മാറിയിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള GDP നമ്മൾ മനസ്സിലാക്കണം. പണ്ട് മുതൽ ഹിസ്റ്ററി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ, പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിൽ എത്രത്തോളമാണുള്ളത്, ഏത് രീതിയിലേക്കാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഇപ്പൊ നമ്മളുടെ സെക്ടറുകൾ അല്ലെ, അഗ്രികൾച്ചർ സെക്ടർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറുകളുണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ GDP-യിലേക്ക് എത്രത്തോളമാണ്, ഇവിടുത്തെ ടാക്സ് റവന്യൂ ആണോ നോൺ ടാക്സ് റവന്യൂ ആണോ, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അത് GDP-യുമായി ബന്ധപ്പെട്ട റേഷ്യോ എങ്ങനെയാണ് കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും. ഇവിടുത്തെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എങ്ങനെയാണ്, പോളിസീസ് എങ്ങനെയാണ്. ഇപ്പോൾ കേരളം നമ്മുടെ ജനകീയാസൂത്രണം ഉണ്ട് അല്ലെ, പീപ്പിൾസ് മൂവ്മെന്റ്, നമ്മൾ LSG നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനകീയാസൂത്രണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു സെക്ടർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലാൻഡ് റിഫോമുകൾ എങ്ങനെയായിരുന്നു അല്ലെ, നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റി എങ്ങനെയാണ് അത് സഹായിച്ചത്, ലാൻഡ് യൂസ് പാറ്റേൺ എങ്ങനെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അല്ലെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, മൈഗ്രേഷൻ പാറ്റേണുകളെ കുറിച്ചുള്ള ഡേറ്റ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കീമുകൾ വരും, അതിൻ്റെ എവല്യൂഷൻ വരും, പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയാസൂത്രണം വരും, ലിറ്ററസി റേറ്റ് മാറിയ രീതികൾ വരും, ജെൻഡർ ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും, ഏജിങ് പോപ്പുലേഷൻ ആണ് നമ്മളുടേത്, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ വരും. ഇതൊക്കെ കേരള മോഡൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ തിയററ്റിക്കലും ഉണ്ടാകും, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും, കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മോഡ്യൂൾ 7 പോകുമ്പോൾ എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോക്കൂ. ഇത് വളരെ കൃത്യമായിട്ട് കറണ്ട് സിനാരിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വയനാടിൽ നടന്ന ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ തുടർച്ചയായിട്ട് വരുന്നത്, വരൾച്ചകൾ വരുന്നത്. സോ ഇതെല്ലാം എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എക്കോളജിക്കൽ സിസ്റ്റത്തിനെ സംരക്ഷിക്കൽ, ബയോഡൈവേഴ്സിറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ മൂവ്മെന്റുകളുണ്ട് അല്ലെ. ഇപ്പോൾ ചിപ്കോ പ്രസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പലയിടങ്ങളിലും എന്താണ് ഡാമുകൾ കിട്ടുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മൂവ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്തരം മൂവ്മെന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആലോചിച്ചിട്ട് ഇതിന്റെ 2 പെർസ്പെക്റ്റീവ് നിങ്ങൾ കാണണം. ഇപ്പോൾ എന്താ പറയുക, നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ചിപ്കോ മൂവ്മെന്റ് ഉണ്ട്, നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ് ഉണ്ട്. കേരളത്തിലേക്ക് വരുന്ന സമയത്തോ സൈലന്റ് വാലി പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ വരുന്ന ഈ മോഡ്യൂൾ 7ഉം മോഡ്യൂൾ 8ഉം നമ്മൾ എന്ത് ചെയ്യണം, കേരള പെർസ്പെക്റ്റീവിലും നാഷണൽ പെർസ്പെക്റ്റീവിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഭാഗം കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച്, റെസ്പോൺസ് ഫോഴ്സിനെ കുറിച്ച്, അത് ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്, നാഷണൽ ലെവലിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണെങ്കിലും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസീസ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും 3 തലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഭാഗങ്ങളായിരിക്കും നമ്മളിവിടെ നോക്കുക. അപ്പോൾ എൻവയോൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇതുപോലെ 10+10 20 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ജനറലൈസ്ഡ് കാര്യങ്ങൾ, ഇപ്പോൾ പെസ്റ്റിസൈഡ്സ്, എന്താ പറയുക, മെറ്റൽസ്, ഇത്തരം കണ്ടാമിനൻസ് പറയുമ്പോൾ യൂട്രോഫിക്കേഷൻ പോലെയുള്ള തിയറട്ടിക്കൽ ഭാഗങ്ങളും നമ്മൾ വരും.
ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിവിധങ്ങളായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ നമ്മൾ പഠിക്കാനായിട്ട് വരും. ഇപ്പോൾ ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോക്കോൾ, ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോക്കോളുകൾ, മനസ്സിലാവുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം ചോദ്യം വരാം അല്ലെ, അത് ആരെ എഴുതിയെന്ന് ചോദ്യം വരാം. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ട വലിയൊരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള പുസ്തകമാണ്, ഒരു വ്യക്തിയാണ് അവർ അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. നമ്മളതും കവർ ചെയ്യുന്നതായിരിക്കും. അവസാനമായിട്ട് മോഡ്യൂൾ 9 വരുന്ന സമയത്ത് ഗവേണൻസ് ആണ്. ഓൾറെഡി നമ്മൾ LSGI ബന്ധപ്പെട്ടിട്ട് ഗവേണൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി തന്നെ, അന്ന് 8 മാർക്കിനായിരുന്നു, ഇത് 10 മാർക്കുണ്ട്. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ, കുറച്ച് ഭാഗങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് നമ്മൾ വിപുലപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോർഷൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഗവേണൻസ് പ്രത്യേകിച്ച് LSGI മീൻസിൽ അതുലാണ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, വളരെ ഡയറക്ട്ലി ചോദ്യങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് വന്ന ഒരു ഭാഗമായിരുന്നു ഗവേണൻസ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. ഗവേണൻസ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് സിലബസിൽ വരുന്നത്. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. സ്റ്റഡി പ്ലാൻ. എന്താണ് സ്റ്റഡി പ്ലാൻ? അപ്പോൾ ഓൾറെഡി നമ്മുടെ കൂട്ടത്തിൽ കൂടിയ ആളുകൾക്ക് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് ഓൾറെഡി അറിയുമായിരിക്കും. അറിയാത്ത ആളുകളോട് എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഇത്ര മാസം, ഫോർ എക്സാമ്പിൾ 3 മാസം എന്ന് നമ്മൾ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ടൈം ലൈനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഹോൾ സിലബസിനെ എന്ത് ചെയ്യുന്നു, കയറ്റാൻ പോവുകയാണ്. ആദ്യഘട്ടം തീർച്ചയായിട്ടും പ്രിലിംസിന് തന്നെയായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രിലിംസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ തുടങ്ങും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രിലിംസ് എഴുതിയിട്ട് വീട്ടിൽ പോകാനാണോ? അല്ല. അതുകൊണ്ട് മെയിൻസ് ഉൾപ്പെടെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ എവിടേക്ക് പോകാൻ പോവുകയാണ്? റാങ്ക് ലിസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും കൂടി ഉറപ്പിക്കുക ആ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ് കേട്ടോ. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് മെയിൻസ് ഉൾപ്പെടെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് മാത്രമായിട്ടുള്ള കോഴ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും നമ്മൾ തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, കയറ്റി അങ്ങ് അടിക്കുക. നിങ്ങൾ എങ്ങോട്ട് പോകാൻ പോവുകയാണ്, റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് എന്ന് ഉറപ്പോടുകൂടി തന്നെ പഠിക്കുക. ആ കോൺഫിഡൻസോട് കൂടി തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്ന സമയത്ത് 9 മോഡ്യൂള് മുഴുവൻ പഠിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു പേപ്പർ 1 നിങ്ങൾക്ക് പഠിക്കണം. ശരിയാണ്, പേപ്പർ 1 നിങ്ങൾ പ്രിലിംസ് നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു തവണ പഠിച്ചിട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പേപ്പർ 2 അതായത് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് തീരുന്തോറും അതും നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈം ടേബിളിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇടും. പ്രിലിംസിൻ്റെ അത്ര ഇൻറ്റൻസീവായിട്ട് നമ്മളത് എക്സാംസ് അവിടെ നടത്തില്ല. പക്ഷെ അതും എന്ത് ചെയ്യുന്നതായിരിക്കും, റിവിഷൻസിലേക്ക് കയറി വരുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോകാൻ പോകുന്നത്? ഹോൾ സ്റ്റഡി പ്ലാനെ നമ്മൾ ഇതുവരെ നടത്തിയ ആ മോഡലിൽ തന്നെ വീക്ക്ലി പ്ലാനുകളായി തിരിച്ചിരിക്കും. വീക്ക്ലി പ്ലാനുകളിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും സർട്ടൻ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാനായിട്ട് തരും. മനസ്സിലാവുന്നുണ്ടോ? സർട്ടൻ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് തരും. ഇതിൽ ട്യൂസ്ഡേയും ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ടെസ്റ്റുകൾ ഉണ്ടാകും. അപ്പം മൺഡേ ട്യൂസ്ഡേ പഠിച്ച കാര്യങ്ങൾ ഒരു 10 മാർക്കോ 15 മാർക്കോ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ടെസ്റ്റ് നിങ്ങൾക്ക് തരും. തേഴ്സ്ഡേ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ അടുത്ത 2 ദിവസങ്ങളിൽ ചേർത്ത് ഒരു ചെറിയ ടെസ്റ്റ് തരും. സോ ദാറ്റ് 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, 2 ദിവസം പഠിച്ച കാര്യങ്ങൾ പിന്നെ 4 ദിവസത്തേക്ക് ആകുമ്പോഴേക്കും അത് വല്ലാണ്ട് കുറേ കാര്യങ്ങളാകും അല്ലേ. അപ്പോൾ 2 ദിവസത്തെ പഠനം കഴിയുന്നു, ഒന്ന് നിങ്ങളെ പരിശോധിക്കുന്നു, അടുത്ത 2 ദിവസം ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നു. ഫ്രൈഡേയും കഴിഞ്ഞ് സാറ്റർഡേ ആകുമ്പോൾ യു വിൽ ഹാവ് എ വീക്ക്ലി ടെസ്റ്റ്. കൃത്യമായിട്ടുള്ള PSC മോഡലിൽ ഒരു വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾറെഡി ഇതേ മോഡൽ നമ്മൾ 7 ആഴ്ചകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 7 ആഴ്ചകൾ നമ്മൾ ഇതേ മോഡൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ട്യൂസ്ഡേ ടെസ്റ്റും തേഴ്സ്ഡേ ടെസ്റ്റും സബ്ജക്റ്റുകൾ കുറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നടത്താറില്ല, പക്ഷെ അധികവും നടത്തും. സാറ്റർഡേ ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തായിരിക്കും, അത് പക്കാ PSC മോഡലിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എലിമിനേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. സാറ്റർഡേ 25 ചോദ്യങ്ങൾ ഉൾപ്പെടെ 25 ക്വസ്റ്റ്യൻസ് വരുന്ന 20 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ പക്കാ PSC മോഡൽ ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും സാറ്റർഡേ ദിവസം.
ഇനി ഈ നടത്തിയ ടെസ്റ്റ് നിങ്ങളൊരു രീതിയിൽ എഴുതിയിട്ടുണ്ടാകും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ തുടക്കത്തിൽ റാങ്ക് ലിസ്റ്റുകളൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, സെൽഫ് ഇവാലുവേഷൻ ആണ് നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങളാണ് എല്ലാം ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എന്താണ്, നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. അത് ചെയ്യേണ്ടത് മുഴുവൻ നിങ്ങളാണ്. നമ്മളൊപ്പം ഉണ്ടാവും. സംശയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സെപ്പറേറ്റ് നമ്മൾ കോഴ്സ് എടുത്തവർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് കോഴ്സ് എടുത്തവർക്ക്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാം, എല്ലാം ചെയ്യാം. നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും ആ ഗ്രൂപ്പിലുണ്ടാകും. ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അതിനെ ഓരോരോ സബ്ജക്ട് വൈസ് നമ്മൾ ആ ഗ്രൂപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന്റെ മാത്രം സംശയം ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം അവിടെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും ഫൈനലി ഇറ്റ് കംസ് ഡൗൺ ടു യു, നിങ്ങളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് സൺഡേ ഡിസ്കഷൻ നിങ്ങൾ കേൾക്കണം എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത്. ഈ സാറ്റർഡേ നടന്ന എക്സാമിന് ഡിസ്കഷൻ വീഡിയോ സൺഡേ നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കും. ഈ അവൈലബിൾ ആക്കുന്ന വീഡിയോയിൽ ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. നമ്മളുടെ അക്കാഡമിക്സിന്റെ ഡിസ്കഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആൻസർ പറഞ്ഞു പോകുന്ന ഡിസ്കഷൻസ് ഇല്ല, അതിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടെ. കാരണം ഇന്ന് അതിലെ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ശരി ആൻസർ എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കിട്ടുന്നത് അതിലെ വേറെ എന്തെങ്കിലും ഓപ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കാം. സോ അത്രയും ഓപ്ഷൻസ് കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ടെസ്റ്റുകളും എഴുതി പോകുന്ന ഒരാൾ ഒരു മാസം കഴിയുമ്പോഴേക്കും എത്ര ശരിയായ ഉത്തരങ്ങളും എത്ര ഓപ്ഷനുകളും ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതാണ് നമ്മളുടെ റിവിഷന്റെ പവർ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, വീണ്ടും പറഞ്ഞുവെങ്കിലും ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് പറയുകയാണ്, 7 ആഴ്ച നമ്മൾ നടത്തിയത് പൈലറ്റ് പ്ലാൻ ആണ്, മോക്ക് പ്ലാനുകളാണ് നടത്തിയത്, സ്റ്റഡി പ്ലാനുകളാണ്. അതിൽ ഓൾറെഡി കവർ ചെയ്ത് ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ സിലബസിലുണ്ട്. പക്ഷെ നമ്മൾ ഇനി സിലബസ് 1 മുതൽ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ മോക്ക് പ്ലാനുകളിൽ ഞങ്ങൾ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് ഒരാളും എന്ത് ചെയ്യേണ്ടതില്ല, പ്രശ്നം വിചാരിക്കേണ്ടതില്ല. എല്ലാവർക്കും എന്ത് ചെയ്യാം, 1 മുതൽ നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. സോ സൺഡേ ഡിസ്കഷൻ വീഡിയോയിൽ ആ ഓരോ ചോദ്യങ്ങളും ഏത് അപ്രോച്ച് നിങ്ങൾ ചെയ്യണമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോരോ ഓപ്ഷനും എന്ത് ചെയ്യും, നമ്മൾ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡിങ് ദ ലാംഗ്വേജ്, ആർട്ട് ആൻഡ് കൾച്ചർ, കമ്പ്യൂട്ടർ നോളജ്, അങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മളവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോ ആഴ്ചയും കഴിഞ്ഞ് മാസാവസാനം വരുമ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരുന്നില്ല, സിലബസ് വന്നിട്ട് എത്തുള്ളൂ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. മന്ത്ലി റിവിഷൻ എക്സാം ഉണ്ടാകും. അത് കുറച്ചുകൂടി വലിയ എക്സാം ആയിരിക്കും. പക്കാ PSC മോഡൽ, അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, കാരണം ആ മോഡലിൽ അല്ലാണ്ട് വെറുതെ ഡയറക്റ്റ് എന്താ പറയുക, ഒരു ചോദ്യം ചോദിച്ചു ഒരു ആൻസർ ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ തന്നിട്ട് കാര്യമില്ല. അത് വളരെ എല്ലാവരുടെയും സമയം പാഴ് മാത്രമാണ്. മന്ത്ലി റിവിഷൻ എക്സാം നിങ്ങൾക്ക് ഒരു PSC എക്സാം പോലെ നടത്താം. നമ്മളത് മോസ്റ്റ്ലി ഈ സാറ്റർഡേ എക്സാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മളുടെ ആപ്പ് വഴിക്ക് തന്നെ സമയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ കൂട്ടുകാർ അത് മന്ത്ലി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ മന്ത്ലി എക്സാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പൊളിറ്റിയുടെ, ഹിസ്റ്ററിയുടെ, ജിയോഗ്രഫിയുടെ, എക്കണോമിക്സിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, മലയാളത്തിൻ്റെ ഒക്കെ കുറച്ചധികം കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം ചേർത്തൊരു എക്സാം നിങ്ങൾ എഴുതുമ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങൾ ഒരു റിവിഷൻ നടത്തി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനുശേഷം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ എക്സാം, പ്രിലിംസ് അടുക്കും തോറും നമ്മൾ ഫുൾ ടെസ്റ്റുകൾ, അതായത് 100 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന PSC രീതിയിലുള്ള ഫുൾ ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ലഭ്യം ആക്കുന്നതായിരിക്കും. സോ ദിസ് വിൽ ബി അവർ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു PDF നമ്മളുടെ അക്കാഡമിക്സ് PSC എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അത് ഒരു 3-4 ദിവസം അതിനെടുക്കും. നമ്മൾ വീക്ക്ലി പ്ലാനുകൾ ഓൾറെഡി നടത്തിയിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവ ഓരോന്നും എന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോ ആഴ്ചകളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഏതൊക്കെ ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന എക്സാമുകളായിരിക്കും വരിക എന്നും ഉൾപ്പെടെ ടോപ്പിക്കുകൾ, ടെസ്റ്റുകൾ, ഫുൾ ടെസ്റ്റുകളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മന്ത്ലി റിവിഷൻ എക്സാമുകൾ ഇവയുൾപ്പെടെയുള്ള ഒരു പ്രോപ്പർ PDF ടൈം ടേബിൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതും എക്സാം എഴുതേണ്ടതുമായിട്ടുള്ള ഫുൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഇനി ആർക്കിത് ഫോളോ ചെയ്യാം എന്നതാണ് അവസാന ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാം. നിങ്ങൾ എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കാം. അക്കാഡമിക്സിൽ വന്ന് കോഴ്സ് എടുത്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം നമുക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൊടുത്ത കോഴ്സ് അനുസരിച്ചായിരിക്കും. കാരണം നമുക്കറിയാം ഇന്ന ക്ലാസ്സുകളിൽ നിന്ന്, പക്ഷേ ടോപ്പിക്ക് നമ്മൾ പ്രത്യേകം തരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ടോപ്പിക്കാണെന്ന് അറിയാം. അല്ലാണ്ട് ഞങ്ങൾ പൊളിറ്റിയിലെ ആദ്യ 3 ക്ലാസ്സുകളുടെ പഠിക്കുക എന്നല്ല പറയുക. അത് ഏത് ടോപ്പിക്ക് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ക്ലാസ്സുകൾ ഏതാണോ അതിൻ്റെ നമ്പർ കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അത് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഒന്ന് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം.
ഞങ്ങളുടെ എന്താ പറയുക ഡോക്യുമെന്റ്സ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അത് മാത്രമേ ശരിയുള്ളൂ എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല. നിങ്ങളെ അറിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കണമെന്ന് തോന്നുവോ അവിടെ നിന്ന് പഠിക്കുക, വരിക, കൃത്യമായി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് വരുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്, കഴിഞ്ഞ ഒരു 7 ആഴ്ചയായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവർ എത്രത്തോളം ഭാഗങ്ങൾ പഠിച്ച് റിവിഷൻ നടത്തി കൃത്യമാക്കിയിട്ട് പഠിച്ച് കഴിഞ്ഞു എന്നുള്ളത്. സോ ഇനി സമയം നമുക്ക് കളയാനില്ല. എക്സാം വരാറായിരിക്കുന്നു, സിലബസ് വന്നിരിക്കുന്നു. വളരെ ഉഷാറായിട്ട് സ്റ്റഡി പ്ലാനിലേക്ക് ജോയിൻ ചെയ്യുക, പഠിച്ച് വരിക, റിവിഷൻ നടത്തുക, ടെസ്റ്റുകൾ എഴുതുക, ഡിസ്കഷൻ വീഡിയോ കാണുക, റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. അവസാനം നമ്മൾ പ്രിലിംസ് സമയമാകുമ്പോഴേക്കും എന്തായിരിക്കും, എക്സാം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ടെൻഷനേ അല്ലാത്തൊരു കാര്യമായി എഴുതും. ടെൻഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയം തോന്നുന്ന എക്സാമിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഫേസ് ചെയ്യണം. തെറ്റുകൾ വരുത്തും. തെറ്റുകൾ ഒരു വലിയ 2-3 നോട്ട് ബുക്കുകൾ വാങ്ങി വെക്കുക, ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന ഇൻഫർമേഷൻസ് എഴുതി വെക്കുക. നമ്മൾ ഏതെങ്കിലും ഭാഗം തിയറി പോർഷനിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ദീർഘമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു, സെഷൻ ആയിരുന്നു, സ്റ്റിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ ചാനലിലേക്ക് എന്ത് ചെയ്യുക, സ്വാഗതം. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ PSCക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്തതാണ് അക്കാഡമിക്സ്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ PSCക്ക് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലാണ് പഠിപ്പിക്കേണ്ടത് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്തതാണ്, തുടങ്ങിയതാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കോഴ്സുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. സോ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് യാത്ര തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് പാട്ടും പാടി നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിലേക്കും കയറാം. താങ്ക് യു എവരിവൺ.